പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം വായിക്കാം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? ആർക്ക് നമുക്ക് പ്രതികൂലമായിട്ട് നമുക്ക് എതിരെ നിൽക്കുവാനായിട്ട് സാധിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ വിവരിച്ച് കാണിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി ദൈവം മുഴുവൻ ശക്തിയോടുകൂടി നമുക്ക് വേണ്ടി നിൽക്കുമെന്ന് പൗലോസ് റോമ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്, അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ വിശ്വാസിയാണെങ്കിൽ, നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്താണെങ്കിൽ, അതാണ് മോശ ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, തൻ്റെ സകല വിശുദ്ധന്മാരും അവൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്താണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് കാലേബ് അവൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് ജീവിച്ചതുപോലെ നമുക്ക് ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ നമുക്ക് പ്രതികൂലം നിൽക്കുവാൻ ആർക്ക് കഴിയും എന്ന് അപ്പോസ്തലനായ പൗലോസ് ഉദാഹരണ സഹിതം നമ്മളെ വരച്ച് കാണിക്കുന്ന ഒരു ലേഖനമാണ് ഈ റോമാലേഖനം. അത് നമുക്ക് ഉറപ്പ് തരികയാണ്. ആ രക്ഷയുടെ മാർഗത്തിൽ പൗലോസ് നമുക്ക് ഉറപ്പ് തരികയാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹമുണ്ടല്ലോ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റി അവൻ ഉറപ്പ് തരികയാണ്. എങ്ങനെയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഉറപ്പ് തരുന്നത്? പൗലോസ് പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ മക്കളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇവിടെ ദൈവം തമ്പുരാൻ, പിതാവായ ദൈവം തൻ്റെ മകനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്വന്തം മകനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അതുകൊണ്ട് തനിക്ക് ജീവിതത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായ തൻ്റെ മകനെ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നു എങ്കിൽ നമുക്ക് വേണ്ടി എല്ലാം തരാതിരിക്കുമോ എന്ന് അവൻ പൗലോസ് നമ്മളോട്, റോമ വിശ്വാസികളോട് ചോദിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവന് ദൈവം ശിക്ഷ വിധിക്കുന്ന, ദൈവം നീതീകരിച്ചതിനെ ആരാണ് ശിക്ഷ വിധിക്കുന്നത്? ക്രിസ്തു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എൻ്റെ ജീവിതയാത്രയിൽ ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ ഒന്ന് ഓർക്കുമ്പോൾ നമ്മൾക്ക് ക്രിസ്തുവിനോടുള്ള ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വന്നോ? അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ വളരെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വച്ച് അപ്പോസ്തലനായ പൗലോസിനെ ദൈവം യേശു ക്രിസ്തു പിടിച്ചു. ഹല്ലേലൂയ. തൻ്റെ ജീവിതയാത്രയിൽ വളരെയധികം കഷ്ടതകൾ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ അതിൽ നിന്നൊന്നും ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ മാറിപ്പോയില്ല. അതാണ് പറയുന്നത്, സങ്കടമുണ്ടായി, ഉപദ്രവമുണ്ടായി, പട്ടിണി ഉണ്ടായി. തൻ്റെ അവസാന കാലഘട്ടത്ത് പുതയ്ക്കുവാനൊരു പുതപ്പ് പോലും ഇല്ലാതെ കാരാഗ്രഹത്തിൽ, തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, കാരാഗ്രഹത്തിൽ വാസത്തിലൊക്കെ പൗലോസ് കിടന്നു. പക്ഷേ അതിൽ നിന്നൊന്നും യേശുക്രിസ്തുവിനോടുള്ള തൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാൻ അവന് ആർക്കും കഴിയയില്ല എന്ന് പൗലോസ് വിവരിച്ച് കാണിക്കുകയാണ്. നിന്റെ നിമിത്തം ഞങ്ങൾ എഴുതാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു. യേശു ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്ന നിമിത്തം നമ്മെ ഈ ലോകത്തിലെ ജാതികളായ മനുഷ്യർ ഹല്ലേലൂയ നമ്മെ ഉപദ്രവിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറയുകയാണ്,
നിങ്ങൾ എൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പുത്രനായ യേശുവിനെ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നു എങ്കിൽ നിങ്ങൾക്ക് എല്ലാം തരാതിരിക്കുന്നുവോ? എല്ലാം നിങ്ങൾക്ക് തരും എന്നാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ വരച്ച് കാണിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതയാത്രയിൽ സകലതും നന്മയ്ക്കായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ വരച്ച് കാണിക്കുകയാണ്. പഴയ നിയമത്തിൽ യോസേഫിന്റെ ജീവിതയാത്രയിൽ യാക്കോബിന്റെ മകനായ യോസേഫിനെ തൻ്റെ സഹോദരന്മാര് മിസ്രൈമിൽ വ്യാപാരികൾക്ക് വിറ്റു. പൊത്തിഫേറിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അവിടെയും അവന് പൊത്തിഫേറിന്റെ ഭാര്യയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അവനെ ജയിലിലാക്കുകയാണ്. 17-ാമത്തെ വയസ്സിൽ അവൻ വളരെ കഷ്ടതകൾ, 13 വർഷം കാരാഗ്രഹത്തിലും പൊത്തിഫേറിന്റെ ഭവനത്തിലും വെച്ച് വളരെ കഷ്ടതകൾ അവൻ അനുഭവിച്ചു. തൻ്റെ സഹോദരന്മാർ തനിക്കെതിരെ നിന്നു. തന്നെ കൊല്ലുവാനായി അവർ പദ്ധതിയിട്ടു. പക്ഷേ ആ കഷ്ടത്തിലും സങ്കടത്തിലും ഒന്നും അവൻ പതരാതെ ദൈവത്തോട് അവൻ പറ്റിച്ചേർന്ന് നിന്നു. അങ്ങനെ അവൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് അവനെ ദൈവം ഏറ്റവും ഉന്നതമായ സ്ഥാനം, ഈജിപ്തിലെ ഫറോൻ കഴിഞ്ഞാൽ രണ്ടാമനായി അവനെ ദൈവം വാഴിക്കുകയാണ്. 80 വർഷക്കാലം അവൻ ഈജിപ്തില് ഭരണകർത്താവായി വാണു. ദൈവമക്കൾക്ക് വേണ്ടി അതാണ് ദൈവമക്കൾ. പൗലോസ് ഇതെല്ലാം വിവരിച്ചു പറയുകയാണ്. പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി സകലതും, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ സകലതും നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ തുടക്കത്തിൽ ചിലപ്പോൾ പല കഷ്ടതകൾ ഉണ്ടാകും, പല തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നിരിക്കും. ശിഷ്യന്മാരുടെ എല്ലാം ജീവിതത്തിൽ വളരെയധികം തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വിജയം ദൈവം അവരുടെ കൂടെയുണ്ട്. അങ്ങനെ കൂടെ ഉള്ളതുകൊണ്ട്, ദൈവം അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് വിജയം അവർക്ക് നിശ്ചയമാണ് എന്ന് പൗലോസ് നമ്മൾ പറയുകയാണ്. വിജയം എന്താണ്? യേശു ക്രിസ്തുവിലാണ് നമുക്ക് വിജയം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തെ നമ്മൾ പരിപോഷിപ്പിക്കണം. ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചിരിക്കണം. യേശു ക്രിസ്തു അവൻ്റെ സർവ്വ ആധിപത്യമാണ്. അവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. ആൽഫയും ഒമേഗയുമാണ്, ആദിനും അന്ത്യനുമാണ് ആ ദൈവമെന്ന് നമ്മെ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ഇതെല്ലാം നമ്മളെ ഉറപ്പിച്ച് പറയുകയാണ്. 118 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? അപ്പോസ്തലനായ ദാവീദിന്റെ ജീവിതയാത്രയിൽ ദാവീദിനെ അപ്പനും അമ്മയും ശൗമേൽ പ്രവാചകൻ വന്ന് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യേണ്ടതിന് യെശയ്യായുടെ മക്കളെ വിളിച്ചപ്പോൾ ദാവീദിനെ അപ്പനും അമ്മയും വിളിച്ചില്ല. ഹല്ലേലൂയ. അപ്പനും അമ്മയും മറന്നുപോയ ആ ദാവീദ് ഉണ്ടല്ലോ, ആ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. തൻ്റെ അപ്പനും അമ്മയിലും താൻ ആശ്രയിച്ചിരുന്നു എങ്കിൽ ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിജയം നേടുവാൻ കഴിയില്ലായിരുന്നു എന്ന് ആ ഉത്തമ ബോധ്യം ഹല്ലേലൂയ ദാവീദിന് തൻ്റെ ജീവിതത്തിൽ ഉളവായി. ദാവീദ് തൻ്റെ അപ്പനും അമ്മയും ദാവീദിനെ മറന്നു കളഞ്ഞു. പക്ഷേ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ദൈവത്തെ അവൻ ആരാധിച്ചപ്പോൾ, ദൈവത്തെ അവൻ നോക്കിയപ്പോൾ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ജീവിച്ചപ്പോൾ ദൈവം അവനെ ആദരിക്കുന്നതാണ് നമുക്ക് കണ്ടത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ, യഹോവയുടെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നുവെങ്കിൽ നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. അവൻ നമുക്ക് വേണ്ടി എല്ലാം തരുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് നമുക്ക് ഉറപ്പ് തന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്.
ആ കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിവരിച്ച് പറയുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവം എനിക്ക് ഹല്ലേലൂയ, കർത്താവ് എനിക്ക് തുണയാണ്, ഞാൻ പേടിക്കില്ല. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിക്കില്ല, മനുഷ്യനോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഏറ്റവും വലിയ സമ്മാനമായ സ്വന്തം മകനെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്വന്തം മകനെ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി തന്നു എങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ച് 33.5 വർഷം ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് തന്നുവെങ്കിൽ അതോടുകൂടി എല്ലാം തരാതെ ഇരിക്കുമോ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ നമ്മളുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യൻ നമ്മളോട് എന്തു ചെയ്യുവാൻ കഴിയും? നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മൾ കൂടുതൽ ദൈവത്തോട് ഇരിക്കുന്നു എങ്കിൽ ദൈവം നമ്മളെ കാത്തുസൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. രൂത്തിന്റെ ജീവിതയാത്രയിൽ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. ഹല്ലേലൂയ. പക്ഷേ അവൾ നവോമിയുടെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ഇരുന്നത് കൊണ്ട് അവളെ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ അവളെ അംഗമാക്കി തീർക്കുകയാണ് ചെയ്തത്. നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ഇരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരും, ദുഃഖങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. പക്ഷേ അതൊന്നും നമ്മൾ കണക്കിടാതെ അവൻ്റെ സ്നേഹത്തിൽ നിന്ന്, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആരോ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ ഇതിൽ നിന്നൊന്നും ദൈവത്തിൽ നിന്നുള്ള യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിൻ നാമത്തിൽ കർത്താവേ,